പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രി എബനേസർ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ദൈവമായ കർത്താവ് നൽകിത്തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസും അതോടൊപ്പം തന്നെ കേൾവിക്കാരായി ശ്രമിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും ഈ ഭരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നല്ല സന്ധ്യയിൽ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചന കേൾവിക്കായി സ്വാഗതം ചെയ്തുകൊണ്ട് 91-ാം സങ്കീർത്തനം 14-15 വേദഭാഗം വായിച്ച് അതിൽ നിന്നും 1-2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഇതത്രേ 91-ാം സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യം. ഈ 91-ാം സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് തന്നെ സേവിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക്, അതല്ല കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന വിശ്വാസികളായിരിക്കുന്ന ദൈവജനത്തിന് ദൈവം നൽകുന്ന 7 വാഗ്ദത്തങ്ങളാണ് ഈ 14-15 വാക്യങ്ങളിൽ നിന്നും നമുക്ക് ശ്രമിപ്പാൻ കഴിയുന്നത്. ഒന്നാമത്തെ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെ ദൈവം വിടുവിക്കുമെന്ന്. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ആമേൻ. ഇന്ന് ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന ഏതൊരു പ്രശ്നമായാലും, ഏത് പ്രതിസന്ധികളായാലും, ഏത് വിഷയമായിരുന്നാലും അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നാം ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വിടുതലില്ലാത്ത ഏതൊരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കടന്നു പോയാലും പൂർണ്ണമായിരിക്കുന്നൊരു വിടുതൽ പ്രാപിക്കണം എന്നില്ല. എന്നാൽ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരുവനെ ദൈവം വിടുവിക്കുവാൻ ശക്തനാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാർക്കായിട്ട് അനവധി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നാം പഠിച്ചു വരുമ്പോൾ വേദപുസ്തകം ഉടനീളം ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദമിന് ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്തിരുന്നു. ആ വാഗ്ദത്തങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്താവ് പറയും, നീ സന്താനപുഷ്ടിയായി പെരുകി ഭൂമിയിൽ നിറയുവിൻ, സമുദ്രത്തിലും ഭൂമിയിലും ആകാശത്തുള്ള സകല പക്ഷി മൃഗാദികളിലും നീനെ ഞാൻ അധിപതിയാക്കി വച്ചിരിക്കുന്നു എന്ന് തുടങ്ങി അനവധി വാഗ്ദത്തങ്ങൾ ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏതൊരു വാഗ്ദത്തം നാം ലഭിക്കപ്പെടണമെങ്കിലും, ഏതൊരു വാഗ്ദത്തം നമുക്ക് പ്രാപിക്കണമെങ്കിലും വാഗ്ദത്തം തരുന്നതിന് മുമ്പ് വാഗ്ദത്തത്തോട് കൂടി നാം ചെയ്യേണ്ടതായിരിക്കുന്ന ചില പ്രവൃത്തിയും കൂടെ ദൈവം നമ്മളോട് വ്യക്തമായി അറിയിക്കും. നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് തരാം. അതാണ് ദൈവിക വാഗ്ദത്തം. വാഗ്ദത്തം ലഭിക്കുന്നവർക്ക് ചില പ്രവൃത്തിയും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനെ വിളിച്ച് തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ദൈവം അവനെ ദർശനത്തിൽ അല്ലെങ്കിൽ
പ്രത്യക്ഷനായിട്ട് അവനോട് പറയുന്നത്, അബ്രഹാമേ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പോക എന്നും പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നാൽ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും തുടങ്ങി വാഗ്ദത്തങ്ങൾ അനവധി ദൈവം അബ്രഹാമിന് കൊടുത്തു. ഈ വാഗ്ദത്ത വിളി കേട്ട് അബ്രഹാം തൻ്റെ ഭവനം വിട്ട് ദേശം വിട്ട് താൻ ഇറങ്ങി ദൈവം പറഞ്ഞ ആ വഴിക്ക് തിരിഞ്ഞുകൊണ്ട് താൻ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു, അബ്രഹാം ദൈവവിളി കേട്ട് ഇറങ്ങിയെങ്കിലും തന്നോടൊത്ത് യാത്ര ചെയ്ത തൻ്റെ സഹോദരൻ ഹാരാനും സഹോദരപുത്രനായിരിക്കുന്ന ലോത്തും അതോടൊപ്പം തൻ്റെ പിതാവായ തേരഹും, ഇത്രയും പേര് കൂടിയാണ് കൽദേരുടെ പട്ടണമായിരുന്ന ഊരിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തം, നിൻ്റെ ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, ഇങ്ങനെ വിട്ട് യാത്ര ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നാണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്. ഈ വാഗ്ദത്തങ്ങൾ മുൻപിലുള്ളപ്പോൾ അബ്രഹാം യാത്ര തിരിച്ചെങ്കിലും തന്നോടൊത്ത് ദൈവം വിടാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, ദൈവത്തെ സ്തോത്രം, തനിക്ക് വിടാൻ താല്പര്യമുണ്ടെങ്കിലും തനിക്ക് പൂർണ്ണമായും അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങളാണ് തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. കാരണം പിതൃഭവനത്തെ വിടാൻ പറഞ്ഞാൽ പിതൃപാരമ്പര്യമായിരുന്ന പലതും വിടണം. അപ്പോൾ തന്നെ പിതാവിൻ്റെ പാരമ്പര്യമോ തൻ്റെ സഹോദരങ്ങളൊന്നും ആ കൂടെ കൊണ്ടുപോകാൻ അവിടെ തനിക്ക് സാധ്യമല്ല. എങ്കിലും തന്നോടൊത്ത് തൻ്റെ പിതാവും തൻ്റെ മൂത്ത സഹോദരനും മൂത്ത സഹോദരപുത്രനായിരിക്കുന്ന ലോത്തും പുറപ്പെടുമ്പോൾ ഇവർ 3 പേരും കൂടെ ഉള്ളിടത്തോളം ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ അവന് നിറവേറ്റി കൊടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ആ വാഗ്ദത്തം അവന് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം വാഗ്ദത്തം പറഞ്ഞു. ആ പറഞ്ഞ വാഗ്ദത്തം ആരോട് പറഞ്ഞോ ആ വ്യക്തിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തം ആ വ്യക്തിക്കല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് അത് മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇന്നും ലോകത്തിലായിരിക്കുന്ന നമുക്കൊക്കെ ദൈവം പല വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ നൽകാറുണ്ട്. ദൈവം തരുന്ന ഒരു വാഗ്ദത്തവും നാം പ്രാപിക്കത്തക്ക വിധത്തിൽ സഞ്ചരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, അഥവാ നമ്മൾ അതിൻ പ്രകാരമുള്ള ജീവിതം നാം നയിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ലഭിക്കുന്നതിന് വൈകുകയും ചെയ്യും. ഇന്നും പല വാഗ്ദത്തങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പ്രാപിച്ചെടുക്കാൻ പലർക്കും കഴിയുന്നില്ല. അത് താമസിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ദൈവം പറഞ്ഞതനുസരിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം വാഗ്ദത്തം തരുമ്പോൾ ഇന്നത് നാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്തിടത്തോളം വാഗ്ദത്തം നമ്മുടെ കൈകളിലെത്തത്തില്ല. എങ്കിലും നമ്മോട് പറഞ്ഞ വാഗ്ദത്തം അത് മറ്റൊരുവിലേക്ക് പോകത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ നാം അതിനെ ദൈവം അത് നമ്മിൽ നിന്ന് മറ്റൊരുവിലേക്ക് കൊടുക്കത്തില്ല. അതിന് നാം എപ്പോൾ വില്ലിങ് ആകുമോ അതുവരെയും ദൈവം അത് ദീർഘക്ഷമയോടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്കായി വേർതിരിക്കുന്ന വാഗ്ദത്തം അത് നമ്മുടെ കൈകളിൽ തന്നെ ദൈവം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആകയാൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് അബ്രഹാം അത് വില്ലിങ് ആകാതെ വന്നപ്പോൾ അതിന് തടസ്സമായിരിക്കുന്ന ഓരോന്നിനെ ദൈവമായ കർത്താവ് തന്നെ മാറ്റിക്കൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്ക കഴിയുന്നു. കാരണം ഒന്ന്, അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്ത തൻ്റെ സഹോദരൻ ഹാരാൻ ആദ്യമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ തനിക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം പ്രാപിക്കാൻ തടസ്സമായിരുന്ന ഒന്ന് ദൈവം നീക്കി. മറ്റൊന്ന് തൻ്റെ പിതാവാണ്. പിതാവും പിതൃപാരമ്പര്യത്തിൽപ്പെട്ടതാകിയാൽ തനിക്ക് പിതാവ് കൂടെ യാത്ര ചെയ്യുന്നിടത്തോളം തനിക്ക് ആ അനുഗ്രഹം ലഭിപ്പാൻ, ആ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പിതാവും വാർദ്ധക്യത്തിലായി, തൻ്റെ പിതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അബ്രഹാം വാഗ്ദത്തം പ്രാപിപ്പാൻ തടസ്സമായിരുന്ന 2 തടസ്സം നീങ്ങി. എങ്കിലും മാറാത്തൊരു തടസ്സം തൻ്റെ കൂടെ നിൽക്കുകയാണ്. സഹോദരപുത്രനായിരുന്ന ലോത്ത്. താൻ എവിടെ പോകുന്നിടത്തൊക്കെ തൻ്റെ കൂടെ ലോത്തുണ്ട്. ലോത്ത് കൂടെ ഉള്ളിടത്തോളം ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിൻ്റെ കൈകളിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം തൻ്റെതായിരുന്ന വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ അബ്രഹാമിനും സമയം അധികം മുന്നോട്ട് നീക്കി വെക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദീർഘനാളുകൾ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ നിന്നപ്പോൾ
ഒരു നാൾ ലോത്തിനെ ചില ആൾക്കാർ വന്ന് അബ്രഹാം ഇല്ലാത്ത സമയത്ത് ലോത്തിനെയും അവൻ്റെ ഉള്ളവരെയൊക്കെയും പിടിച്ചുകൊണ്ട് പോകാൻ ഇടയായി തീർന്നു. എന്നാൽ അബ്രഹാം വന്നപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ ജനിച്ചതും അഭ്യാസം ചെയ്തതുമായിരുന്ന 318 പേരെയും കൂട്ടിക്കൊണ്ട് പോയി അവരെ ആമേൻ അവരോട് ലോത്തിനെ ആമേൻ അവരിൽ നിന്നും മടക്കി കൊണ്ടുവരുവാൻ അബ്രഹാം പ്രവർത്തിച്ചു. അങ്ങനെ അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളായിരിക്കുന്ന 118 പേരെയും കൊണ്ടുപോയി തിരിച്ച് മടക്കി കൊണ്ടുവരുമ്പോൾ ആമേൻ പിന്നെയും തൻ്റെ മേൽ ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ തൻ്റെ തടസ്സം വീണ്ടും നീണ്ടുപോവുകയാണ്. ആമേൻ ദൈവം കൊടുത്തതായിരിക്കുന്ന പദവിയിൽ നിന്നുകൊണ്ട് അത് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആമേൻ ദൈവം അത് ഒരു വഴിയൊരുക്കി അവനെ അനുഗ്രഹിക്കാൻ നോക്കിയപ്പോൾ പിന്നെയും അനുഗ്രഹ തടസ്സമായി നിൽക്കുന്ന ലോത്തിനെ താൻ വീണ്ടും തൻ്റെ കൂടെ ചേർക്കുകയാണ്. അത് നിമിത്തം പിന്നെയും ചില നാളുകൂടി ആ വാഗ്ദത്തം പ്രാപിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. എന്നാൽ പിന്നെയും വാഗ്ദത്തം അബ്രഹാമിൻ്റെ കൈകളിൽ എത്തിക്കുവാൻ ദൈവം അടുത്തൊരു പദ്ധതി ഒരുക്കി. അബ്രഹാമിൻ്റെ ആടുകൾ വർദ്ധിച്ചു, ലോത്തിനും ആടുകൾ വർദ്ധിച്ചു. അങ്ങനെ ആടുമാടുകൾ വർദ്ധിച്ച് രണ്ട് കൂട്ടരും സമ്പന്നന്മാരായപ്പോൾ അബ്രഹാമിൻ്റെ ഇടയന്മാർ ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ഒരു നാളിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി അവർ വഴക്കിലായിത്തീർന്നു. അങ്ങനെ അവർ തമ്മിൽ ശണ്ടയിട്ടപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്കിവിടെ വെച്ച് പിരിയാം. നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറ്. ഇങ്ങനെ പറഞ്ഞ് അവർ അവിടെ പിരിയുവാൻ ഇടയായി. ആ വാക്ക് പറഞ്ഞ് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്താൽ പറഞ്ഞപ്പോൾ ലോത്ത് നീരോട്ടമുള്ളതും പച്ചപ്പുള്ളതുമായിരുന്ന സോതോമും അതിനോട് ചേർന്ന പ്രദേശങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാം തെക്കോട്ട് യാത്രയെന്ന് വായിക്കുന്നു. അങ്ങനെ അബ്രഹാം ഹല്ലേലൂയ ലോത്തും തമ്മിൽ പിരിയുവാനിടയാത്തുന്നു. അവർ തമ്മിൽ പിരിഞ്ഞതിൻ്റെ അടുത്ത വർഷം തന്നെ ദൈവം അബ്രഹാമിനെ സന്ദർശിച്ച് അവരെ വാഗ്ദത്തം പറഞ്ഞ ആ സന്തതിയെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വാട്സാപ്പിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടുമായി എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ ആമേൻ നാം തന്നെ തടസ്സക്കാരായിരിക്കരുത്. ദൈവം എന്തു പറയുന്നോ അതനുസരിച്ചാൽ ദൈവം നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ തരുവാൻ നമ്മുടെ ദൈവം ശക്തരാകുന്നെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആമേൻ അറിയിക്കുകയാണ്. ആകയാൽ സകല വാഗ്ദത്തങ്ങളും നാം പ്രാപിച്ചെടുക്കത്തക്ക വിധത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നമ്മോട് പറഞ്ഞത് അനുസരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഇവിടെ 91 സങ്കീർത്തനത്തിൽ 14 വാക്യം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഈ നാളുകളിൽ നാം ലോകത്തിലായിരിക്കുമ്പോൾ ഒരു വിഷയത്തിലല്ല പല വിഷയത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യനായി നാം ഭൂമിയിലായിരിക്കും കാലമൊക്കെയും ഒന്നല്ല ഒന്നിനു മീറി ഒന്നായി പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മുടെ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ അതിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം ആമേൻ സർവശക്തനായ ദൈവത്തോട് പറ്റി നിൽക്കുക. ദൈവത്തോട് പറ്റി നിന്നാൽ നിശ്ചയമായും വിടുവിക്കുന്നൊരു ദൈവം, നിശ്ചയമായും അനുഗ്രഹിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദം ഇങ്ങനെ കാണുന്നുണ്ട്. ആമേൻ രൂത്ത് അമ്മാവിയമ്മയോട് പറ്റി നിന്നു. അത് നിമിത്തം അവൾ വലിയ അനുഗ്രഹിക്കപ്പെട്ടവളായി. ഒടുവിൽ ഹല്ലേലൂയ മടങ്ങി വന്ന് സ്വന്തം ദേശത്ത് മടങ്ങി വന്ന നവോമി തൻ്റെ മരുമകളുമായി കടന്നു വരുമ്പോൾ അവൾ വിട്ടുപോകാൻ അമ്മായിമ്മ പറഞ്ഞിട്ടും അതിന് വശം വെക്കാതെ അവൾ അമ്മാമ്മയോട് ചേർന്ന് നിന്നു, അമ്മായിമ്മയോട് പറ്റി നിന്നു. അത് നിമിത്തം അവൾക്കൊരു കുടുംബമുണ്ടായി, അവൾക്ക് തലമുറയുണ്ടായി, അവളുടേതായിരുന്ന പാരമ്പര്യം വളരുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ തലമുറ വളരാനിടയായി തീർന്നു. അങ്ങനെ ആമേൻ ഒരിക്കലും ദൈവസന്നിധി വരാൻ പോലും അർഹതയില്ലാത്ത കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ വംശത്തിൽപ്പെട്ട രൂത്തിനെ സ്വർഗത്തിലെ ദൈവം മാനിക്കാനിടയായി തീർന്നു. എങ്ങനെ? അവൾ ഹല്ലേലൂയ അമ്മാതി അമ്മയോട് പറ്റി നിന്നു. അത് അവൾക്ക് അനുഗ്രഹമായി മാറി, അതവൾക്ക് നന്മയായി മാറി. പ്രകാരം ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളോടും നാം ചേർന്ന് നിൽക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ ആ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രികാലം ദൈവവചനത്തിലൂടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ഞാനും നിങ്ങളും പല വിധത്തിലുള്ള വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആമേൻ ഹല്ലേലൂയ അടിമയായി ഒരു തരത്തിലും
വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു, ദൈവത്തോട് പറ്റി നിൽക്കുക. അവൻ വിടുവിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. ഏത് പ്രതികൂലമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രാകിയാൽ ആമേൻ. 91 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം അവനോട് പറ്റി നിൽക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ ദിവസങ്ങളിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കർത്താവിനോടും അവൻ്റെ വചനത്തോടും ചേർന്ന് നിൽക്കാം. അതിനോട് നമുക്ക് പറ്റി നിൽക്കാം. പറ്റി നിൽക്കുന്നവരെ വിടുവിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത വാക്ക് നാം വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ ഭൂമിയിൽ ഏതെല്ലാം നന്മ വർദ്ധിച്ചാലും ഏതെല്ലാം ഉയർച്ച പ്രാപിച്ചാലും അതെല്ലാം താൽക്കാലികമാണ്. താൽക്കാലികമായിരിക്കുന്ന ഉയർച്ചയുണ്ട്, താൽക്കാലികമായിരിക്കുന്ന നന്മയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ മാന്യമായിരിക്കുന്ന ഒരു വലിയ നിലവാരത്തിലൊക്കെ ആയിരിക്കാം. പക്ഷേ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അറിയുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന ഉയർച്ചയെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഭൗതിക നന്മയുള്ള ഉയർച്ചയല്ല. ആമേൻ. അതിനേക്കാൾ ഉപരി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന ആ പദവിയിൽ, ഉന്നതമായിരിക്കുന്ന ആ നിലവാരത്തിൽ ദൈവം ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഉയരത്തിലുള്ളത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ദൈവം സ്വർഗത്തിൽ തൻ്റെ ഭക്തന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും പ്രാപിച്ചെടുക്കുവാൻ ഒരേ ഒരു വഴി, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അറിയുക. അതുമാത്രമല്ല, നാമത്തെ ആരാധിക്കുക, ആ നാമത്തിന് മഹത്വം കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എല്ലാ നിലയിലും മാനിക്കുവാൻ, ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവിടെ പറയപ്പെടുന്ന ഉയർച്ച. ഭൗതികമായി ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളതെല്ലാം നാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. എന്തെല്ലാം ഉയർച്ച ഉണ്ടെങ്കിലും അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു ഉയർച്ച, നിലനിൽക്കുന്ന ഒരു നന്മ, നിലനിൽക്കുന്ന ഒരു ആമേൻ ഹല്ലേലൂയ അനുഗ്രഹം, അത് നമുക്ക് ലഭിക്കപ്പെടുന്നത് ഉയരത്തിൽ നിന്നാണ്. കൊലോസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവൻ്റെ നാമത്തെക്കുറിച്ച് അറിഞ്ഞ് അവൻ്റെ നാമത്തെ മുറുകെ പിടിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ അവൻ്റെ നാമത്തെ അറിയുന്നവരെ ദൈവം ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. എവിടെ? ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ, സ്വർഗീയമായിരിക്കുന്ന നന്മകളിലൂടെ, സ്വർഗീയമായിരിക്കുന്ന പദവിയിലൂടെ ഉയർത്തുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഉയർച്ചയെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിലനിൽക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അതിനൊരേ ഒരു മാർഗം, കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം അറിയുക, ആ മഹത്വം ദൈവത്തിന് കൊടുക്കുക. ആമേൻ. അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭൂമിയിൽ ആമേൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ളതായിരിക്കുന്ന ഒരു രഹസ്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിക്കാൻ ഇറങ്ങിയവർക്ക്, കർത്താവ് യേശു ക്രിസ്തു നാമത്തെ മുറുകെ പിടിക്കുന്നവർക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്നവർക്ക് അവൻ ഉയർച്ച തന്നെ കൊടുക്കും. നിങ്ങൾ താഴ്ച പ്രാപിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വായ്പ വാങ്ങില്ല, വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന, ആമേൻ, സമൃദ്ധിയിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തെ മുറുകെ പിടിക്കാം, അതിലൂടെ നമുക്ക് ഉയർച്ച പ്രാപിക്കാം, അതിലൂടെ നമുക്ക് നന്മ പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ വാഗ്ദത്തം അവൻ്റെ നാമത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ നാമത്തെ അറിയുക. മൂന്നാമതായിട്ട് പറയുന്നതായിരിക്കുന്ന വാക്ക്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് വചനത്തിൽ വായിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കുമോ അവരെ ദൈവമായ കർത്താവ് ദൈവത്തിന് ആമേൻ ഉയർത്തും. അവൻ്റെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും ഉയർത്തുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അനുഗ്രഹം തരുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ഭൂമിയിൽ വിളിച്ചപേക്ഷിക്കാൻ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. നമുക്കറിയാം, ആമേൻ, ഹല്ലേലൂയ,
കുരുടനായി വഴിയിലിരിക്കുന്ന ബർത്തിമായി കർത്താവ് യേശു കടന്നു പോകുമ്പോൾ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചപേക്ഷിക്കുകയാണ്. കൂടെയുള്ളവരൊക്കെ ശല്യപ്പെടുത്തി മിണ്ടാതിരിക്കുക എന്ന് ഗുരു കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അസഹ്യപ്പെടുത്തിയപ്പോഴും ഇല്ല, അവൻ മുടങ്ങാതെയും മടിക്കാതെയും അവൻ്റെ വിളി നിർത്താതെയും പിന്നെയും അവൻ വിളിച്ചുകൊണ്ടിരുന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അത് കേട്ട് കർത്താവ് തിരിഞ്ഞെന്ന്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നവൻ ചോദിക്കും. എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറയുമ്പോൾ കർത്താവ് അവനെ തൊട്ടു, അവന് കാഴ്ച കൊടുത്തവനെ അമ്മേൻ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനിടയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവനെ പാതപ്പെടുത്തി നാം അവനെ ആരാധിക്കുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം നാം വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ അവനെ ശല്യപ്പെടുത്തി പറഞ്ഞുകൊണ്ട് വിലക്കുവാനും നമ്മുടെ പ്രാർത്ഥനയെ ശാസിക്കുവാനും നമ്മുടെ പ്രാർത്ഥനയ്ക്കെതിരെ ശബ്ദിക്കുവാനൊക്കെ ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാണും. ആമേൻ. കർത്താവിനെ വിളിക്കുന്നത്, യേശുവിനെ വിളിക്കുന്നത് പലർക്കും ഇന്നും ആമേൻ ബുദ്ധിമുട്ടാണ്. അത് വിളിക്കുന്നവരോടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആമേൻ, യേശുവിനെ വിളിച്ചവൻ അപേക്ഷിച്ചപ്പോൾ അവിടെ വിലക്കിയെങ്കിലും വിലക്ക് മറികടന്ന് അവൻ വിളി തുടങ്ങി. നിർത്താതെ അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവന് ദൈവം ഉത്തരമരളി അവനെ വിടിവിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ നാം തുടങ്ങിയാൽ ആര് അമ്മേൻ അതിൻ്റെ പിന്നിൽ നമ്മെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയാലും മുടങ്ങാതെ കർത്താവിൻ്റെ നാമം വിളിച്ച് അവനെ അമ്മേൻ പ്രാർത്ഥിക്കുകയും അവനോട് നാം വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ നിശ്ചയമായും നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ മറുപടി തരുവാൻ, ഉത്തരം തരുവാൻ ദൈവം ശക്തനാണ്. ആകെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഉത്തരമരുളുന്ന ആ കർത്താവിൽ നമുക്കിന്ന് രാത്രി ശരണപ്പെടാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗം പറയുന്നത്, കഷ്ടകാലത്ത് നിന്നോട് കൂടെയിരിക്കും, അവനോട് കൂടെയിരിക്കും. കഷ്ടകാലത്ത് കൂടെയിരിക്കും ദൈവം. ആമേൻ. കൊറോണ വന്ന് അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും ഒക്കെ മാറി അറച്ചും മടിച്ചും മാറി നിൽക്കുമ്പോഴും അതിനിടയിലും കടന്നു വന്ന് ചാരത്തിരുന്ന് ആശ്ലേഷിച്ച് വിടിവിച്ച അനേക ദൈവഭക്തന്മാർ ഇന്നും ആ കൊറോണയുടെ മധ്യത്തിൽ വിടുതൽ പ്രാപിച്ച് ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. അതുപോലെ ആരും അടുക്കാത്ത, ആരും സ്നേഹിക്കാത്ത, ആരും തൊടാത്ത, ആരും നമ്മളോട് സഹതാപം കാണിക്കാത്ത വിഷയങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും അമ്മേൻ, എല്ലാവരും അകന്നു മാറുമ്പോഴും സ്വന്തം ബന്ധുക്കൾ, അമ്മേൻ, മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും മാറിക്കടന്നു പോകുന്ന സാഹചര്യത്തിലായിരിക്കുമ്പോഴും അടുത്തു വന്ന് ചേർന്നിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാനിവിടെ കൂടെ ഇരിക്കും. കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ അടുത്ത് ആരും കാണത്തില്ല. സഹായത്തിനോ നമ്മോട് നല്ല വാക്ക് പറയുവാനോ നമ്മളെ സ്നേഹിക്കുവാനോ ഒന്നും ഒരു കഷ്ടകാല സമയത്ത് ആരും കാണത്തില്ല. എന്നാൽ കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്ത് കൂടെയിരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്, അവൻ കഷ്ടകാലത്ത് കൂടെയിരിക്കുക മാത്രമല്ല ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണെന്ന് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടകാലത്ത് കൂടെയിരിക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. അതുമാത്രമല്ല, വിടിവിച്ച് മഹത്വപ്പെടുന്നത്, നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ തന്ന് നമ്മെ നിന്ദിക്കുന്നവരുടെയും നമ്മെ ഒറ്റപ്പെടുത്തുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയും നമ്മുടെ അടുക്കൽ നമ്മോട് ചേർന്ന് നിൽക്കാൻ കഷ്ടകാലം വരുമ്പോൾ അകന്നു നിൽക്കുന്നവരും ആമേൻ കണ്ട് നമ്മെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ, നമ്മുടെ ആമേൻ ഹല്ലേലൂയ മറ്റുമുമ്പിൽ നമ്മെ ഉയർത്തിക്കാണിക്കുവാൻ നമ്മുടെ ദൈവശക്തനാണ്. അവനെ വിടിവിച്ചു മഹത്വപ്പെടുത്തും. അങ്ങനെ വിടിവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ മഹത്വമാക്കുന്ന ഒരു ദൈവം ആമേൻ ഇന്ന് പകൽ നമുക്ക് ജീവിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിക്കാലം ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു, വിടിവിച്ച് മഹത്വപ്പെടുന്ന ഒരു ദൈവം. ദൈവത്തിന് മഹത്വം. അതിലുപരിയായി അടുത്ത വാക്ക് പറയുന്നു, ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരും. ഏത് കഷ്ടത വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, ആമേൻ, മരണം മുൻപിൽ കണ്ടുകൊണ്ട് നാം ആയിരിക്കുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദീർഘായുസ് എന്ന് മാനിക്കും ദൈവം. ഒരിക്കൽ ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന ദാവീദ് ആയുസ്സിനായി ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. എന്നാൽ ദൈവം അവന് കൊടുത്തത് എന്നേക്കുമുള്ള ദീർഘായുസ്. ആമേൻ. അതുകൊണ്ട് പറയുന്നു, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന്. ഹല്ലേലൂയ. ആയുസ് അനേകർക്ക് ചുരുങ്ങി നന്മ അനുഭവിക്കാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം പറയുന്നു, വചനം പറയും, ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ദീർഘായുസ് വന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ദൈവം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് തൃപ്തിയാകും വണ്ണം ആയുസ്സിനെ തരുവാൻ
ദൈവം ശക്തനാണ്. അവിടെ ദീർഘായുസ്സും തൃപ്തി വരുത്തും. ഒടുവിൽ പറയുന്നു, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്താണ് രക്ഷ? സകല മാനവരാശിക്കും ആമേൻ രക്ഷയ്ക്കായി ഉയർത്തിയ ഒരേ ഒരു കൊമ്പ്, ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു കുഞ്ഞിനെ ദേവാലയത്തിനകത്ത് വെച്ച് കൈകളിൽ ഏന്തിക്കൊണ്ടാണ് സിമിയോൻ പറഞ്ഞത്, സകല ജാതികൾക്ക് ഒരുക്കിയ നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഹല്ലേലൂയ. മുഴു ലോകത്തിനും മുഴു രാജ്യത്തിനും ഹല്ലേലൂയ മുഴുവൻ മനുഷ്യർക്കും ദൈവമൊരുക്കിയ ഏകരക്ഷയും ഏകരക്ഷകനും കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ ശൈശവത്തിൽ, അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ, അവനെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ടാണ് സിമിയോൻ പറയുന്നത്, ആമേൻ സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയ നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കരങ്ങളിലേറ്റി അവനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ സകല മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ ഒരേ ഒരു രക്ഷാപദ്ധതി അത്രേ കർത്താവായ യേശു ക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ അവൻ കൈക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾ എന്ന പദവി മാത്രമല്ല, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് അവന് നിത്യജീവൻ നൽകുവാനും ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവായ ഏകരക്ഷിതാവായ കർത്താവിനെ നമുക്കായി ദൈവം തന്നിരിക്കുന്നു. ഹാലേലൂയ. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. വചനം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേക രക്ഷകന്മാരിൽ ഒരുവനല്ല, പിന്നെയോ ഏകരക്ഷകനേ ഉള്ളൂ. അതത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിൽ മാനവരാശി രക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ഉള്ളൂ. അനേക നാമങ്ങളിൽ ഒരു നാമമല്ല. രക്ഷയ്ക്കായുള്ള അനേക നാമങ്ങളിൽ ഒരു നാമമല്ല. രക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ഉള്ളൂ. അതത്രേ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമം. ആകയാൽ ഏകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകനാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ മകനോ മകളോ ആയി തീർന്നു അവന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ, അവനോട് പറ്റി നിൽക്കുവാൻ, അവനെ ആമേൻ വിളിച്ചപേക്ഷിക്കുവാൻ, കർത്താവിന് സ്തോത്രം, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ നാം മനസ്സ് വെച്ച് അവൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരാം. ആകയാൽ ദൈവമായ കർത്താവ് അതിലൂടെ നമ്മെ ഉയർത്തുവാനും മാനിക്കുവാനും നമ്മെ സഹായിപ്പാനും നമ്മെ വിടുവിക്കുവാനും ഇടയായിത്തരും. ആകയാൽ അതിനായി ദൈവമായ കർത്താവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു വിരമിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രകാരം അവസരിക്കുന്ന ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.